വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി വടക്കേക്കാട് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് നബിൽ NMK ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. 36.68 കോടി രൂപ വരവും 33.64 കോടി രൂപ ചിലവും 2.66 കോടി നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഉതകുമാറ് പച്ചക്കറി സ്വയം പര്യാപ്ത ഗ്രാമം, ജൈവഗ്രാമം പദ്ധതിയിലൂടെ സമഗ്രമായ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി വിവിധ മേഖലകളിലായി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വൃത്തിയുള്ള വടക്കേക്കാട് എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള പദ്ധതികളും ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണം, ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ കെട്ടിട നിർമ്മാണം, ടൂറിസം വികസന പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി, അടിസ്ഥാന റോഡ് വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, കുടിവെള്ളം, വയോജനക്ഷേമം, ഭിന്നശേഷി ക്ഷേമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം എന്നിവയ്ക്കും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണം, മെയിന്റനൻസ് എന്നിവയ്ക്കായി 4.5 കോടി രൂപയും, പാർപ്പിട മേഖലയ്ക്ക് 4 കോടിയും, കൃഷിയും അനുബന്ധ മേഖലകൾക്ക് 2.50 ലക്ഷം രൂപയും, വയോജനങ്ങൾ, ഭിന്നശേഷി വിഭാഗം, കുട്ടികൾ എന്നിവരുടെ ക്ഷേമത്തിനായി 70 ലക്ഷം രൂപയും, മാലിന്യ സംസ്കരണത്തിന് 40 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ ബിനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീജ മൊയ്തുണ്ണി എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ അംഗങ്ങളായ ജിതേഷ്, അശോകൻ എടക്കാട്ട്, ഷനിൽ, രുക്മ്യ സുധീർ, മറ്റ് അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. KR സന്തോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി തുടങ്ങി നിർവഹണ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു.